ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഡ്യൂറ്റ് വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. നമുക്കതിനകത്ത് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. ഫ്രണ്ട് ബ്രേക്ക് ചെക്ക് ചെയ്യണം, സ്പീഡോമീറ്റർ ചെക്കപ്പ്, സെൽഫ് അടിക്കുന്ന സമയത്ത് സൗണ്ട് ഉണ്ട്, പിന്നെ ബാറ്ററി ചെക്കപ്പ്, എയർ ഫിൽറ്റർ ചെക്കപ്പ്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, പിന്നെ കയറ്റം കയറുന്നില്ല എന്നൊരു കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ബെൻഡെക്സിൻ്റെ പ്രോബ്ലം ഉണ്ടോ, ബെൻഡെക്സ് കംപ്ലയിൻ്റാണ്. ബെൻഡെക്സിൻ്റെ കംപ്ലയിൻ്റാണ് സെൽഫ് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ അതിനകത്ത് ആ ബെൻഡെക്സ് വന്ന് പിടിക്കുന്ന വീലാണത്. ഇതുമേക്ക് ക്ലിയറായിട്ട് വന്ന് ബെൻഡെക്സ് പിടിക്കണില്ല, അതാണ് എൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ അത് നമുക്കത് മാറ്റിയിടണം. തന്നെ ഈ ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റ് വേരിയേഷൻ ഉണ്ട്, ക്രാങ്ക് ബെൻഡായിട്ടാണ് ചില വർക്ക് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തം ഈ സൈഡ് ഓയിലാണ്, ബെൽറ്റ് വന്ന സൈഡാണ്. ആ ബെൽറ്റൊക്കെ ഓയിലിൽ കുതിർന്നേക്കാണ് കേട്ടോ. അപ്പോൾ ബെൽറ്റ് അടക്കം മാറ്റിയിട്ടാണ് നമുക്ക് റെഡി ആവുള്ളൂ. ബെൽറ്റ് മാറ്റിയിടണം, ഓയിൽ സീൽ മാറ്റണം, ക്രാങ്ക് അലൈൻമെൻറ്റ് ചെയ്യണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ക്രാങ്ക് ഷാഫ്റ്റ് ഒന്നുമല്ല മാറ്റി കളയണം, അതല്ലെങ്കിൽ ലെയ്ത്തി കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കണം. ഈ രണ്ട് കേസിനും ചിലവുള്ള കേസാണ്. അപ്പോൾ തൽക്കാലം നമ്മളൊരു എന്താ പറയുക, ക്രാങ്ക് അലൈൻമെൻറ്റ് ചെയ്തിടാം. അതായത് ബെൻഡാവുമ്പോൾ കറക്റ്റായിട്ട് ഓയിൽ സീൽ കവറാവില്ല, അതാണ് എൻ്റെ കംപ്ലയിൻറ്റ്. അത് തന്നെയാണ് ഈ ബെൻഡെക്സ് പോകാനുള്ള കാരണം. അതായത് ഈ ഷാഫ്റ്റുമാണ് ഈ വീലിരിക്കുക. ഈ വീല് കറക്റ്റ് അലൈൻമെൻറ്റിൽ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കണം. ഇതിൻ്റെ അലൈൻമെൻറ്റ് വേരിയേഷൻ വരുമ്പോൾ ഈ വീല് ഇങ്ങനെ കയറി ഇറങ്ങാൻ തുടങ്ങും. അങ്ങനെ കയറി ഇറങ്ങുമ്പോൾ തൊട്ട് മുകളിലാണ് ഈ ബെൻഡെക്സ് യൂണിറ്റ് ഇരിക്കുക. അതുമ്പോൾ ടച്ച് ചെയ്തിട്ടാണ് ഈ ബെൻഡെക്സ് കംപ്ലയിൻറ്റ് വന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ അലൈൻമെൻറ്റ് വേരിയേഷൻ മാറണമെന്നുണ്ടെങ്കിൽ ആണ് ഞാൻ പറഞ്ഞത്, ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റുകയോ അതല്ലെങ്കിൽ ലെയ്ത്തി കൊടുത്ത് റെഡിയാക്കുകയോ ചെയ്യണം. അത് നമുക്ക് ചിലവുള്ള കേസാണ്, ഫുള്ളായിട്ട് അഴിക്കണത്. അപ്പോൾ തൽക്കാലം നമ്മളത് അലൈൻമെൻറ്റ് ചെയ്തിടാം. പുറമേ നിന്ന് തന്നെ നമുക്കതൊന്ന് മുട്ടി അലൈൻമെൻറ്റ് ചെയ്ത് കറക്റ്റ് ലെവലിലേക്ക് നിർത്താം. പിന്നീട് കംപ്ലയിൻറ്റ് വരാണെങ്കിൽ അതിനെപ്പറ്റി നോക്കിയാൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഈ ഒരു ഡ്യൂറ്റാണ് വണ്ടി, ചെയ്താലും 100% ക്ലിയർ ആവുന്നൊരു ഉറപ്പില്ലാത്തൊരു വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുനടക്കാൻ നോക്കുക, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഞാൻ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. വേണ്ട ഓയിൽ സീലൊക്കെ മാറ്റി തരാം. അപ്പോൾ ക്ലച്ചിൻ്റെ ഓയിൽ സീലും പോയിട്ടുണ്ട്, ക്രാങ്കിൻ്റെ ഓയിൽ സീലും പോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റിയതിന് ശേഷം ഈ ബെൽറ്റ് മാറ്റിയിടണം. പിന്നെ വലിയ കിട്ടാത്ത ഒന്നാമത് ഓയിലിൻ്റെ ഭാഗമുണ്ട്, ഓയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ വേരിയേറ്റർ ബോഡിയൊക്കെ നല്ല രീതിയിൽ തേമാനം വന്നിട്ട് അതിൻ്റെ ഒരു ജർക്കിംഗ് ഒക്കെ ബാക്ക് സൈഡിൽ നിന്ന് തന്നെയുണ്ട്. ക്ലച്ചൊക്കെ കൂട്ടത്തിൽ കിടന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബെൽറ്റ്, വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, ബെൻഡെക്സ് അടക്കം മാറ്റിയാലാണ് നമുക്ക് ആ ഭാഗത്തെ ക്ലിയർ ആവുള്ളൂ. അത് തന്നെ വരുമ്പോൾ നമുക്ക് ആവറേജ് റേറ്റ് വന്നുണ്ട് കേട്ടോ. പിന്നെ ബ്രേക്കുമായി ബന്ധപ്പെട്ടാണ്, ബ്രേക്ക് ലൈനർ തീർന്നിട്ടുണ്ട്. ബാക്കിലത്തെയും ഫ്രണ്ടിലത്തെയും ബ്രേക്കിൻ്റെ കേബിളുകളടക്കം മാറ്റിയിടണം. കാരണം കേബിളൊക്കെ ഔട്ടർ വലിഞ്ഞ് ടൈറ്റ് ആയേക്കാം. സ്പീഡോമീറ്റർ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് അത് കേബിളിൻ്റെയാണ്. അപ്പോൾ കേബിൾ മാറ്റണം, ക്രൗണും പിന്നീനും മാറ്റി കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും. മെക്കാനിസം ടൈറ്റ് ഒന്നും കാണുന്നില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഓയിൽ ലീക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഓയിൽ ലെവലൊക്കെ നോക്കി. ഓയിൽ ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല. അത് പൊടിക്കൊരു വേരിയേഷൻ ഉള്ളത്, നമുക്കൊന്ന് ആ ലെവൽ കുറവുള്ളതൊന്ന് ടോപ്പ് അപ്പ് ചെയ്തിടാം. ബാറ്ററി 2024 ബാറ്ററിയാണ്. ബാറ്ററിക്ക് അങ്ങനെ കംപ്ലയിൻ്റ് ഉള്ളതായിട്ട് കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ആവറേജ് നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിൽ ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടാം, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. അതിനകത്ത് നമുക്ക് മാറ്റേണ്ടി വരുന്ന ഐറ്റംസ് ഞാൻ പറയാം കേട്ടോ. ബ്രേക്കിൻ്റെ കേബിളുകൾ മാറ്റണം. ഫ്രണ്ടിലേക്ക് 2 കേബിൾ വരുന്നുണ്ട്, ബാക്കിലേക്ക് 1 കേബിൾ പോകുന്നുണ്ട്. അങ്ങനെ മൊത്തം 3 കേബിൾ ബ്രേക്കുമായി ബന്ധപ്പെട്ട കേബിളുകൾ മാറ്റണം. സ്പീഡോമീറ്ററിൻ്റെ കേബിൾ മാറണം. പിന്നെ ഈ വീലിൻ്റെ ഉള്ളിലൊരു ക്രൗണ് പിനിയൻ പ്ലാസ്റ്റിക്കിൻ്റെ ഗിയർ സെറ്റ് ഉണ്ട്, അതും മാറ്റിയിടണം. അപ്പോഴാണ് സ്പീഡോമീറ്റർ വർക്കിംഗ് ആകാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളത് വലിയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ്, ബെൻഡെക്സുമായി അതായത് സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കാരണം അതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ ക്രാങ്ക് അലൈൻമെൻറ്റിൻ്റെ വേരിയേഷനാണ്. അപ്പോൾ ആ ഓയിൽ സീലുകൾ മാറണം, വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, ബെൽറ്റ്, ഈ ബെൻഡെക്സ്, ഇത്രയായിട്ടാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ടത്. ബെൻഡെക്സിൻ്റെ കപ്പൊക്കെ പൊട്ടിപ്പോയിട്ട് അത് സ്റ്റക്കാവാണ് അതിനകത്ത്. അത്രയാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട വർക്ക് കേട്ടോ. പിന്നെ ഇതൊക്കെ ഒന്ന് നീറ്റായിട്ട് ക്ലീൻ ചെയ്യണം, ഓയിൽമയ ഇല്ലാത്ത രീതിയിലൊക്കെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിൽ ഇടാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം, അതനുസരിച്ച് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ.